ലോകാ സമസ്താ സുഖിനോ ഭവന്തു. മനുഷ്യരാശിയെക്കാളും വലുതായിട്ട് വേറെ ഒന്നും തന്നെയില്ല. മനുഷ്യരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഈ മനുഷ്യരാശി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം നാം മനസ്സിലാക്കണം. ബീജകണികയിൽ നിന്നാണ് ഒരു മനുഷ്യരാശി ഉണ്ടാകുന്നത്. ഈ ബീജകണിക എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. ആത്മാവിനാണ് അച്ഛനെയും അമ്മയെയും തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശമുള്ളത്. ഒരാത്മാവ് വിചാരിച്ചാൽ മാത്രമേ ഒരു അച്ഛനും അമ്മയും ഉണ്ടാകുള്ളൂ. ഈ ആത്മാവ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കയറി അവിടെ 10 മാസം തികഞ്ഞ് പ്രസവിക്കുമ്പോഴാണ് അവിടെ ഒരു കുഞ്ഞായി പരിണമിച്ച് മനുഷ്യവംശങ്ങളെ നിലനിർത്തുന്നത്. അച്ഛനും അമ്മയും മാത്രം വിചാരിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു വലിയൊരു സത്യമാണിത്. ഇതങ്ങനെ അല്ല എന്ന് ചിന്തിക്കണമെങ്കിൽ ഒരു സ്ത്രീക്കും, അമ്മയാവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും അമ്മയാകാതിരിക്കില്ല. ഉറപ്പായിട്ട് അവരമ്മ ആവുക തന്നെ ചെയ്യും. പക്ഷെ അമ്മ ആവാത്തതിന് കാരണം അവളുടെ ഗർഭപാത്രത്തിൽ ഒരു ആത്മാവിന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരമ്മ ആകാത്തത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആത്മാവിനെ നമ്മൾക്ക് സ്വന്തമാക്കണമെങ്കിൽ പൂർവ്വജന്മങ്ങളിലും നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ജന്മജന്മാന്തരം കിട്ടുന്ന ഈ മഹാഭാഗ്യം നമ്മൾ ചേർത്ത് പിടിക്കണം. എല്ലാവർക്കും ഇതിനുള്ള ഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും. അത് കാരണം എല്ലാവരും ഭാഗ്യം നേടാനായി ശ്രമിക്കുക. നല്ല ജന്മങ്ങൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുക. ഏതൊരു മനുഷ്യർക്കും ഏറ്റവും ഭാഗ്യമുള്ള ഈ മനുഷ്യരാശിയെ നിലനിർത്താൻ കഴിയും വിധം ഭാഗ്യം കിട്ടുക തന്നെ ചെയ്യും. ഭഗവാന് കൊടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. അത് നേടിയെടുക്കുക. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അത് നൽകിയിരിക്കും, ഉറപ്പായിട്ട് നൽകിയിരിക്കും. നേടിയെടുക്കുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.